കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഗോത്ര കലാരൂപങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പറയുകയുണ്ടായി. മലപുലയാട്ടം പോലെയുള്ള ഒരുപാട് കലാരൂപങ്ങൾ നമ്മൾ കണ്ടു. ഇന്ന് അത്തരത്തിലൊരു ഐറ്റം ഉണ്ട്. എന്താണ്? ഒന്നല്ല, 2 ഐറ്റം ഉണ്ട്. ഇരുള നൃത്തമുണ്ട്, പളിയ നൃത്തമുണ്ട്. അതെ, നമുക്ക് എന്തായാലും ആദ്യം ഇരുള നൃത്തത്തിന്റെ കാര്യങ്ങൾ അറിയാം. ഓക്കെ, അവിടെ നമ്മുടെ ഐശ്വര്യയുണ്ട്. അവിടെ മത്സരങ്ങൾ ആരംഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കാണികളൊക്കെ തന്നെ എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. മത്സരങ്ങൾ 9:30-ക്കാണ് ആരംഭിക്കുന്നത്. ഐശ്വര്യ, എന്താണ് അവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്? എപ്പോഴാകും മത്സരങ്ങൾ ആരംഭിക്കുക? അതെ അശ്വതി, ശ്രീജ, ഞാനിപ്പോൾ നിൽക്കുന്നത് വേദി 3 നീലക്കുറിഞ്ഞിയിലാണ്. ഇവിടെയാണ് ഇരുള നൃത്തം മത്സരം അരങ്ങേറാൻ പോകുന്നത്. 9:30-ക്കാണ് മത്സരം തുടങ്ങേണ്ടത്. മത്സരം ഇതുവരെ തുടങ്ങിയിട്ടില്ല. വലിയ താമസമൊന്നുമില്ല, 9:34 ആയിട്ടേ ഉള്ളൂ. എന്തായാലും അനൗൺസ്മെന്റ് ഒക്കെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യം ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ മത്സരം തുടങ്ങിയിട്ടില്ല, കാണികളും അധികമൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് മത്സരിക്കാൻ പോകുന്ന കുട്ടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ കുഞ്ഞ് അനുജന്മാരും അനുജത്തിമാരും ഉണ്ട്. അവരിലേക്ക് ഞാൻ പോവുകയാണ്. നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഇരിനാലക്കുട. അതായത് തൃശ്ശൂരിലെ പിള്ളേരാണ് നിൽക്കുന്നത്. അപ്പോൾ വൈബ് പിള്ളേരായിരിക്കും. നമുക്കപ്പോൾ ചോദിക്കാം, നിങ്ങൾ ഇരുള നൃത്തത്തിലേക്ക് വന്നത് എങ്ങനെയാണ്? ഇതിന് മുൻപ് മത്സരിച്ചിട്ടുണ്ടോ? സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായിട്ടാണോ? സ്കൂളിൽ ആദ്യമായിട്ടാണ്, ഞങ്ങളും എല്ലാവരും ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. അതെ, ആദ്യമായാണ് അവർ മത്സരിക്കാൻ പോകുന്നത്. ഈ ഇരുള നൃത്തം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഞങ്ങൾക്ക് കളിക്കണ അവരുടെ ഓരോ സ്റ്റൈലും അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ കളിക്കാൻ വിചാരിച്ചു. അതെ, ഗോത്ര കലാരൂപമായ ഇരുള നൃത്തം ഇവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇവർ ആ ഒരു മത്സര ഇനം തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇത്രയും കുട്ടികളെ കിട്ടുമ്പോൾ നമുക്ക് ഇവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാതെ വിടുന്നത് മോശമാണ്. അപ്പോൾ നമുക്കൊരു പാട്ട് പാടിയല്ലോ. തൃശ്ശൂരുകാർ കലോത്സവത്തെ അത്ര കണ്ടങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ വൈബ് നിങ്ങളിൽ ഉണ്ടാവണം, നിങ്ങളുടെ പാട്ടിലുണ്ടാവണം, അതുപോലെ തന്നെ സ്റ്റേജിലുണ്ടാവണം. A ഗ്രേഡ് വാങ്ങി വേണം തിരിച്ചു വരാനായിട്ട്, അല്ലേ? അപ്പോൾ നമ്മളൊരു പാട്ട് പാടല്ലേ? ഓക്കെ, റെഡി? ഇത് നിങ്ങൾ മത്സരിക്കാൻ പോകുന്ന പാട്ടാണല്ലേ? ഈ പാട്ടിലാണ് ഇവർ ഇരുള നൃത്തത്തിന്റെ ആ ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്തായാലും മക്കളെ എല്ലാവിധ ആശംസകളും. ഈ ഒരു കുട്ടിക്കുറുമ്പ് എവിടെ നിന്നാണ്? ഇവരുടെ ആരുടെ ആണല്ലോ? എവിടെ നിന്നാണ്? മോന്റെ അനിയത്തിയാണ്. അപ്പൊ നമുക്കൊരു പാട്ട് പാടിയല്ലോ. പെട്ടെന്ന് ചോദിച്ചപ്പോഴേക്കും ഒന്ന് പതറിപ്പോയി, നാണാണ് അവർക്ക്. അപ്പോൾ അതെ, ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഇവരുടെ അമ്മമാരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല പ്രതീക്ഷയല്ലേ? ഉറപ്പായിട്ടും പ്രതീക്ഷയുണ്ട്. ഉറപ്പായിട്ടും ഇവർക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അതും ഇരുള നൃത്തമാണ്. ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് അട്ടപ്പാടിയിലെ ഗോത്ര വിഭാഗക്കാരുടെ ഒരു നൃത്ത ഇനമാണ് ഈ പറഞ്ഞ പോലെ ഇരുള നൃത്തം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷമാണ് ഇത് കലോത്സവത്തിൽ ഉൾപ്പെടുത്തി തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ചരിത്രമൊക്കെ അറിയേണ്ടതുണ്ട്. അപ്പം നമ്മോടൊപ്പം ഒരു മാഷ് തന്നെ ചേരുകയാണ്. മാഷ് ഇതാ ഇവിടെ റെഡിയാണ്. അപ്പോൾ കുട്ടികളും റെഡിയാണ്. അപ്പോൾ നിങ്ങളുടെ മത്സരം എപ്പോഴാണ്? ഫസ്റ്റ് ആയിട്ടാണോ? ഫസ്റ്റ് ക്ലസ്റ്റർ ആണ്. അപ്പോൾ ഇവരുടെ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. അപ്പോൾ നമുക്ക് ആദ്യം മാഷിനോട് തന്നെ ചോദിക്കാം. മാഷേ, ഈ ഇരുള നൃത്തം എന്തുകൊണ്ടാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ കാരണം? എത്ര ടീമുണ്ട് പങ്കെടുക്കാനായിട്ട്? നിലവിൽ നമ്മുടെ കമ്മ്യൂണിറ്റി തിയേറ്റർ എന്ന് പറയുന്ന കുടുംബശ്രീ സംവിധാനത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു യുവജന സംരംഭമാണ്. അപ്പോൾ അതിൻ്റെ കീഴിൽ ടോട്ടൽ 8 ടീമുകളാണ് സംസ്ഥാനത്തൊട്ടാകെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതിന് ടീമംഗങ്ങൾ മെയിനായിട്ട് ഇദ്ദേഹമാണ് അതിൻ്റെ കമ്മ്യൂണിറ്റി തിയേറ്ററിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയും. ഓക്കെ, എന്താണ് ഇതിൻ്റെ ഒരു ചരിത്രം എന്നൊക്കെ പറയുന്നത്? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഈ ഒരു കല നമ്മൾ തുടങ്ങാൻ പരമ്പരാഗതമായി നമ്മുടെ അടുത്ത് ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു പുറലോകത്തെ എത്തിക്കാൻ എന്ന് പറയുന്നത് ഒരു സംവിധാനങ്ങൾ നമുക്ക് കുറവാണ്. കാരണം ഒരു ഭാഗത്ത് മാത്രം അല്ലെങ്കിൽ ഒരു ദേശത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന കലകളായിരുന്നു. അത് ഈ ലോകം മുഴുവൻ ഇപ്പോൾ അല്ലെങ്കിൽ ഈ സ്കൂൾ കലോത്സവങ്ങളിലൂടെ എത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ 2015 നമ്മൾ ഒരു സംരംഭം, യുവജന സംരംഭം നമ്മൾ അട്ടപ്പാടി എന്ന ദേശത്ത് ആരംഭിക്കുന്നത്. കമ്മ്യൂണിറ്റി തിയേറ്റർ അട്ടപ്പാടി. അതിൻ്റെ അംഗങ്ങളാണ് നമ്മളൊരു 10-70ഓളം കുടുംബങ്ങളടങ്ങുന്ന അംഗങ്ങളാണ് ഈ കമ്മ്യൂണിറ്റി തിയേറ്ററിൻ്റെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ നമുത്ത് ജദ് എന്നുള്ളൊരു തെരുവ് നാടകത്തിലൂടെയാണ്, അതായത് ഈ ലഹരിക്കെതിരെയും അതേപോലെ ഈ ചൈൽഡ് മാരേജ് അതുപോലുള്ള സോഷ്യൽ ഇഷ്യൂവിനെതിരെ
നമ്മൾ ഒരു ആശയം വെച്ചുകൊണ്ട് ആണ് ഈ നമത്തെ ജിദ്ദ് എന്ന് പറയുന്നൊരു നാടകം, നമ്മൾ തെരുവ് നാടകങ്ങൾ ഓരോ തെരുവിൽ പോയിട്ട് ഓരോ ജില്ലകളിൽ ഓരോ ദേശത്ത് പോയി നമ്മൾ അവതരിപ്പിക്കാൻ തുടങ്ങിയത്. അതിലൂടെയാണ് ഈ കമ്മ്യൂണിറ്റി തിയേറ്റർ ആദ്യമായിട്ട് രൂപം കൊള്ളുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ പിള്ളേരിലേക്കും എല്ലാവരും, ഇപ്പോൾ ഓൾമോസ്റ്റ് പകുതി പിള്ളേർക്ക് നമുക്ക് അറിയുന്നില്ല, അവിടുത്തെ പിള്ളേരാണെങ്കിൽ ഈ കലകൾ അവർക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇത് ലോകം മൊത്തം എത്തിക്കുക, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പിള്ളേരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ആശയത്തോടെയാണ് നമ്മൾ ഇങ്ങനൊരു സാധനങ്ങൾ ചെയ്തത്. കമ്മ്യൂണിറ്റി തിയേറ്റർ എന്നുള്ളൊരു ആശയം തന്നെ രൂപം കൊടുത്തത്. അതേപോലെ കഴിഞ്ഞ വർഷങ്ങൾ തൊട്ട് നമ്മൾ കലോത്സവ വേദിയിൽ നമ്മൾ ഈ ഒരു ഐറ്റം 5ഓളം ഗോത്ര കലകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പാലക്കാട് അട്ടപ്പാടിയുടെ ഐറ്റമാണ് ഈ ഇരുള നൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ വർഷം മുതൽ നമുക്ക് സ്റ്റേജുകളിൽ 6ഓളം ടീമുകളെ നമുക്ക് സ്റ്റേറ്റ് വരെ എത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. എ ഗ്രേഡ് നൽകി കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്ക് 8ഓളം ടീമുകൾ, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആയിട്ട് 8ഓളം ടീമുകൾ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുറത്തുനിന്നുള്ള കലാകാരന്മാർ വരുമ്പോൾ അവരുടെ അതിൻ്റെ ഒറിജിനാലിറ്റി, അതിൻ്റെ ഒരു തനിമ നഷ്ടപ്പെടുന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ആസ് എ അട്ടപ്പാടിക്കാരൻ അല്ലെങ്കിൽ അവിടുത്തെ ആ കമ്മ്യൂണിറ്റിപ്പെട്ട ആളെന്നുള്ള നിലയ്ക്ക് നമുക്ക് സന്തോഷമാണ്. കാരണം അടുത്ത പിള്ളേരിലേക്ക് എത്തിക്കുമ്പോൾ അതൊരു വേറെ തലത്തിലേക്ക് എത്താതെ തനതായ രീതിയിലേക്ക്, തനതായ ശൈലിയിലും, അതിൻ്റെ നമുക്ക് ഈ വാമൊഴി പാട്ടുകളാണ്, ഈ പരമ്പരാഗത നൃത്തങ്ങളും സാധനങ്ങളൊക്കെ വാമൊഴിയായിട്ട് വന്ന പാട്ടുകളാണ്. പക്ഷേ എന്നിട്ടും അതിൻ്റെ ഒരു അപാകത ഉണ്ടെങ്കിൽ കൂടി നമ്മളത് പരമാവധി ആ തനിമയിൽ തന്നെ അവർക്ക് എത്തിക്കാൻ പറ്റിയതിൽ നമുക്ക് വളരെ സന്തോഷം. ഇപ്പോൾ നമ്മൾ ഈ 8ഓളം ടീമുകളാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആയിട്ട് നമുക്കിപ്പോൾ മത്സരിക്കാൻ പോകുന്നത്. എന്തായാലും എ ഗ്രേഡ് കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു. ശുഭപ്രതീക്ഷയോടെ നമ്മളും നമ്മുടെ കുട്ടികളും ഉണ്ട്. അത് പിള്ളേരുടെ സപ്പോർട്ടും അതേപോലെ അവരുടെ പാരൻസും, ഇതിനെല്ലാത്തിനും കൊടുക്കുന്ന ചുക്കാൻ പിടിക്കുന്ന അവരുടെ പാരൻസും ടീച്ചേഴ്സും എല്ലാത്തിനും ഉപരി ആ പിള്ളേർ അവർ ആ ഒരു കലയെ അത് കൊല്ലാതെ അവർ അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് ആസ്വദിച്ചുകൊണ്ട് അത്രയും ആത്മാർത്ഥയോടെ ആ ഒരു റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് വൃത്തിക്ക് തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ കലയെ അത്രയും ഭംഗിക്ക് എത്തിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അത് വേറൊരു തലത്തിലേക്ക് കോമാളിത്തരം എന്നുള്ളൊരു തലത്തിലേക്ക് പോകേണ്ട ഒരു സാധനങ്ങളാണ്. അപ്പോൾ അത് പിള്ളേരുടെയും പാരൻസിൻ്റെയും എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൂടി നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ, ആ ഒരു തനിമയാർന്ന രീതിയിൽ തന്നെ എത്തിക്കാൻ പറ്റി എന്നുള്ളത് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സാധനം തന്നെയാണ്. പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മുൻ പറഞ്ഞതാണ് ഏറ്റവും വലിയ കാര്യം. കലയെ കൊല്ലാതെ അതിൻ്റെ ആ തനിമയോട് കൂടി അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അടിച്ചു പൊളിച്ച് എല്ലാവരും എ ഗ്രേഡോടുകൂടി മടങ്ങി വരിക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ശ്രീജ, അശ്വതി, ഇവിടെ കലോത്സവത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തൃശ്ശൂർ അക്ഷരാർത്ഥത്തിൽ കലോത്സവത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു, അയ്യോ ആള് കുറവാണല്ലോ, കഴിഞ്ഞ തവണത്തെ പോലെയൊക്കെ തിരക്കുണ്ടാകില്ല എന്നൊക്കെ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. രാത്രിയാണെങ്കിലും അതുപോലെ തന്നെ പകലാണെങ്കിലും ഇവിടെ മൊത്തം ആളുകളാണ്. അപ്പോൾ നമുക്ക് ഈ കുട്ടികളോട് മാത്രമല്ല, ഈ കാണാൻ വരുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് അവരിലേക്ക് തന്നെ പോകാം. സർ, കലോത്സവം കാണാൻ വന്നതാണോ? കുട്ടികളുണ്ട്, കോഴിക്കോട് നിന്ന് വന്ന ഇരുള നൃത്തത്തിൽ പങ്കെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണോ മക്കൾ ചെയ്യുന്നത്? അവർ കാലിക്കറ്റിൽ കിട്ടിയതാണ്. കോഴിക്കോട് ജില്ലയിൽ ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയിട്ട് വന്നതാണ്. അതെ, ഈ പറഞ്ഞതുപോലെ ഈ കുട്ടികളെ കൊണ്ടുവന്ന പാരൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇവരെല്ലാവരും വളരെ ആകാംക്ഷയിലാണ് കുട്ടികൾ പെർഫോമൻസ് ചെയ്യുന്നത് കാണാൻ. വലിയ തിരക്കൊന്നുമില്ല. ഈ പ്രേക്ഷകർക്കും തീരെ കുറവാണ് ഇരുള നൃത്തം കാണാനായി. ചിലപ്പോൾ തുടങ്ങുമ്പോഴേക്കും വന്ന് തുടങ്ങുമായിരിക്കും. മത്സരം ഇതുവരെ തുടങ്ങിയിട്ടില്ല. സമയം ഇപ്പോൾ 9:42 ആയിരിക്കുകയാണ്. അപ്പോൾ അല്പം ഡിലേ ഉണ്ട്. ഡിലേ ഉണ്ടായിരുന്നാലും ഇപ്പം തന്നെ തുടങ്ങുമെന്നാണ് പ്രതീക്ഷ. കുട്ടികളൊക്കെ തന്നെയും എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരു നീലക്കുറിഞ്ഞിലൊരു അവസ്ഥ ഇതാണ്. ശ്രീജ, അശ്വതി, കുട്ടികളൊക്കെ ഭയങ്കര വൈബാണ്. മത്സരം തുടങ്ങാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ഈ പോകുന്നതൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. മക്കളെ, മത്സരം കാണാൻ വേണ്ടി വന്നാണോ? തൃശ്ശൂരുകാരാണോ? അതെ. എങ്ങനെയുണ്ട് തൃശ്ശൂരിലെ കലോത്സവം? എങ്ങനെയുണ്ട്? പൊള്ളിച്ചുട്ടന്റെ കിട്ടിയേ. അപ്പൊ ഏതൊക്കെ കണ്ടു? എന്തെങ്കിലും കണ്ടോ മത്സരമല്ലോ? ഞങ്ങപ്പോ വന്നിട്ടുള്ളോ? ആണോ? അപ്പൊ ആദ്യം കാണാൻ പോകുന്നത് ഇരുള നൃത്തമാണ്. അതെ. അപ്പൊ ഫുൾ കാണല്ലേ? അല്ല, പിന്നെ. അപ്പൊ ഇന്ന് സ്കൂൾ അവധിയാണ്. അപ്പൊ ഇന്ന് മൊത്തം ഇവിടെ തന്നെ ഉണ്ടാവും? ഉണ്ടാവും. അപ്പോൾ ശരി, ഇരുന്നർത്ഥം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേണ്ടി മോനൊരു പാട്ട് പാടാമോ? എനിക്ക് പാടൊന്നും അറിയില്ല. കണ്ട പറയുമല്ലോ നന്നായി പാട്ട് പാടുന്നു. ഇത് പാടും. തൃശ്ശൂരുകാരെ കിട്ടിയിട്ട് പാടിച്ചില്ല എന്ന് പറഞ്ഞ് തൃശ്ശൂരുകാർ കലോത്സവത്തെ അങ്ങനെ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ചുണക്കുട്ടികൾ എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? നിങ്ങൾ ഭയങ്കര സ്മാർട്ടല്ലേ? അപ്പോൾ നമുക്കൊരു പാട്ട് പാടല്ലേ? ഭയങ്കര നാണാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇവരൊക്കെ വിളിക്കുമ്പോഴല്ലോ, ഇവർക്ക് പെട്ടെന്ന് നമ്മൾ പറയുമ്പോഴേക്കും ഭയങ്കര നാണമാണ്. അപ്പം നമുക്ക് എന്തായാലും ഒരു ടീം അവിടെ തയ്യാറായി നിൽപ്പുണ്ട് ഈ ഇരുള നൃത്തത്തിനായിട്ട് കയറാനായിട്ട്. മത്സരം തുടങ്ങിയിട്ടില്ല, പക്ഷെ അവരൊക്കെയും കാത്തിരിക്കുകയാണ്. അവർ ആ ഒരു ടെൻഷനിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണത്തിലേക്ക് പോകുന്നില്ല. എന്തായാലും മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് അവരിലേക്ക് ഒന്ന് പോകാം. മത്സരം തുടങ്ങാറായോ? ആദ്യം നിങ്ങളാണോ? അല്ല,
ഞങ്ങൾക്ക് ടെസ്റ്റ് നമ്പർ കിട്ടുന്നുള്ളൂ. ഏത് സ്കൂളിൽ നിന്നാണ്? ഉള്ളത്. അപ്പോൾ മത്സരങ്ങളൊക്കെ തന്നെ ഉടൻ തന്നെ ആരംഭിക്കും. അവിടെ ആളുകൾ അക്ഷമയോടെ കാത്തിരിക്കുകയാണ്, കാരണം മത്സരം തുടങ്ങാൻ ഇനി കുറച്ചു നേരം കൂടി എടുക്കും സമയം തോന്നുന്നു. കൂടെ.